ഇബ്നു കസീർ പറയുന്നത് ഹയാത്ത് കാലത്ത് പൊരുത്തപ്പെടിക്കാൻ പോയ വിഷയമേ അല്ല. കാരണം ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ റൗളയിലാണ്, ഹയാത്ത് കാലത്തില്ല. പാപികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന് ഇബ്നു കസീർ പറയുമ്പോൾ മുത്തുനബി വഫാത്തിലാണ്, തീർന്നില്ല. ഇത് പറഞ്ഞ ശേഷം ഇതിന് ഉപോത്ബലകമായി ഇബ്നു കസീർ കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണ്? വഫാത്തായ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി തേടിയതാണ്. ഞാൻ അതിലേക്കൊന്നും വിശദമായി ഇറങ്ങിപ്പോവുകയല്ല, സൂചിപ്പിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇത് മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം പറയണം. ഇതിനെ ഫോളോ ചെയ്ത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, അവിടത്തോട് റെക്കമെൻഡ് തേടുകയാണ്. അതിന്റെ പേരിലാണ് 25-ൽ 20 ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് 25 ലക്ഷത്തിൽ 20 ലക്ഷവും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കപ്പെട്ടു പോയി എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം ആരാധിക്കപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ ഒരു മുസ്ലിമിനെ വിശ്വസിക്കാനേ നിർവാഹമില്ല. കാരണം ഹബീബായ തങ്ങൾ തന്റെ മരണാസന്ന സമയത്ത് അല്ലാഹുവിനോട് നടത്തിയ പ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു. അല്ലാഹുവേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്, എന്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെട്ടു പോകരുത്. ഹബീബായ തങ്ങൾ തൗഹീദിന് വേണ്ടി പടനയിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അല്ലാഹുവിനോട് തൗഹീദിന് വേണ്ടി ഒരു അപേക്ഷ വെച്ചിട്ട് റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? ഈ ലോകത്തെ മുസ്ലിമീങ്ങളെ വിശ്വസിക്കുകയാണ്, ഹബീബായ തങ്ങളുടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഹബീബായ തങ്ങൾ മഅബൂദാകുകയില്ല, ഹബീബായ തങ്ങളുടെ റൗളയും മഅബൂദാവുകയില്ല. എന്നാൽ ഹബീബായ തങ്ങൾ മരണശേഷവും വിളിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ റൗളന്റെ മുമ്പിലും ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ അവിടത്തെ വിളിച്ചിട്ടുണ്ട്. ഇന്നും ആ വിശുദ്ധമായ റൗളയുടെ തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അഅലമുഹു ഫതാബ മിൻ ജിബിഹിന്നൽ ഖാഉ വല്ലകുമോ. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പരിശുദ്ധിടങ്ങളിൽ മറവിട്ട് കിടക്കുന്ന പുന്നാര തങ്ങളെ വിളിച്ചുകൊണ്ട് ലോകത്തെ സകലമാന ജൂത് ധർമ്മങ്ങളുടെ പ്രവാഹ കേന്ദ്രമായി ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഹബീബിന്റെ ചാരത്ത് വന്ന് ദോഷം പൊറുക്കാൻ തേടിയ മനുഷ്യന്റെ വരികള് ഇന്നും ആ റൗളയുടെ വരികൾ, ആ റൗളയുടെ തൂണുകളിലുണ്ട്. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങൾ ആരാധിക്കപ്പെടുകയില്ല. കാരണം ഹബീബ് തങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഹബീബായ തങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ട്. വിളിക്കപ്പെടുന്ന ബൈത്തുകൾ ഇന്നും റൗളയുടെ തൂണുകളിലുണ്ട്. അതുകൊണ്ട് വഫാത്തായ നബിയെ വിളിക്കൽ ഒരിക്കലും ശിർക്കല്ല, ഒരിക്കലും ബഹുവൈദൈവ ആരാധനയല്ല. മാത്രമല്ലല്ലോ മഹ്ശറാവൻ സഭയില് നമ്മളതാ ഓരോ പ്രവാചകന്മാരുടെ സവിധത്തിലേക്ക് ഓടുന്നുണ്ട് റെക്കമെൻഡ് തേടിയിട്ട്. അങ്ങനെ റെക്കമെൻഡ് തേടി ഓടി അവസാനം നമ്മൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തുന്നുണ്ട്. ആ ഈസാ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ റെക്കമെൻഡ് തേടുമ്പോൾ അവിടുന്ന് പറയുന്നു, ഇന്നീ ഉബിത്തു മിൻ ദൂനില്ലാ, ഞാൻ അല്ലാഹുക്ക് പകരം ആരാധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ അനുയായികളാൽ ഞാൻ മഅബൂദായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് റെക്കമെൻഡിന് അവകാശമില്ല. മുഹമ്മദാ, പക്ഷേ നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിക്കോളൂ. ആ റസൂലുള്ള മഅബൂദായിട്ടില്ല, ആ റസൂലുള്ള അണികളാൽ ആരാധിക്കപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് റെക്കമെൻഡ് പോയിക്കൊള്ളുക. അല്ലാഹുവിന്റെ മതത്തിന്റെ സകലമാന പ്രമാണങ്ങളും പാരമ്പര്യങ്ങളും നരക്കിട്ടുറപ്പിച്ച് ലോകത്തോട് ഉറക്കെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് മഅബൂദാവൂല, അല്ലാഹുവിന്റെ റസൂൽ ആരാധിക്കപ്പെടൂല. എന്നാൽ റസൂലുള്ള വിളിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ആ റസൂലുള്ളാഹിനോട് മരണശേഷവും സഹായം തേടപ്പെട്ടിട്ടുണ്ട്. ആ റസൂലുള്ള മരണശേഷവും ഉമ്മത്തീങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കറകളഞ്ഞ വിശ്വാസത്തിന്റെ കാതലിൽ കത്തിവെച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ഹജ്ജാജിമാർക്കെതിരെ നിർലജ്ജം നിസ്സങ്കോചം ശിർക്കാരോപണം നടത്തി ശിർക്കിന്റെ ചാപ്പ കുത്തുകയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം വഹാബി പൗരോഹിത്യം ചെയ്തത്.